ായിരിക്കും. അതുകൊണ്ട് 1-ാം സ്ഥാനം അതിന് കൊടുക്കണം. സാധാരണ 2.5 മണിക്കൂർ പ്രാർത്ഥന, അന്ന് വിൻസെൻഷ്യൻ ആശ്രമം പ്രാർത്ഥന ഉണ്ടായിരുന്നു. 1/2 മണിക്കൂർ ധ്യാനം, 1/2 മണിക്കൂർ കൊന്ത, 1 മണിക്കൂർ കുർബാന, ഇങ്ങനെ. അതുകൂടാതെ 1 മണിക്കൂർ കൂടി പ്രാർത്ഥനയിൽ ചെലവഴിക്കാൻ കർത്താവിന്റെ ആത്മാവ് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. അങ്ങനെ വൈകുന്നേരം 7 തൊട്ട് 8 വരെ പതിവായി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം ഞാനൊരു ശബ്ദം കേട്ടു. ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, പരിശുദ്ധാത്മാവിനെ കിട്ടും. ഇതെന്റെ അനുഭവ സാക്ഷ്യ പുസ്തകമാണ്. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. 2 വൈദികര് എന്നോട് ചോദ്യം ചോദിച്ച് എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടത്? അതിന് ഉത്തരം പറഞ്ഞത് ടേപ്പിലെടുത്ത് പുസ്തകമാക്കിയതാണ്. ഇതിനകത്ത് ഇത് കൊടുത്തിട്ടുണ്ട്. 1966 അന്ന് എനിക്ക് 20 വയസ്സ്. ഞാൻ ദൈവസ്വരം കേട്ടു. ആസ്ക് ആൻഡ് യു ഷാൽ റിസീവ് ഹോളി സ്പിരിറ്റ്. ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, പരിശുദ്ധാത്മാവിനെ കിട്ടും. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് കിട്ടും. ഇതാണെന്ന് മനസ്സിലാക്കിയത് 3 കൊല്ലം കൂടെ കഴിഞ്ഞ്, കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് നൊവിഷ്യത്തിലായിരിക്കുന്ന കാലത്ത് കർത്താവ് വെളിപ്പെടുത്തുന്നു. ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും. നിനക്ക് കിട്ടുമെന്നല്ല, അനേകം പേർക്ക് കൊടുക്കും ദൈവം. പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കും. 23-ാമത്തെ വയസ്സിൽ ആയിരിക്കുമ്പോൾ, നൊവിഷ്യത്തിലായിരിക്കുമ്പോൾ ഒരു പ്രഭാത ധ്യാനം, കുർബാനയ്ക്ക് മുമ്പ് 1/2 മണിക്കൂർ ധ്യാനത്തിന്റെ സമയത്ത് ഒരു ധ്യാന പുസ്തകത്തിൽ നിന്ന് വായിക്കുക. പെട്ടെന്ന് കണ്ണടച്ചപ്പോൾ ഒരു പ്രകാശഗോളം, പൂർണ്ണചന്ദ്രന്റെ മുഴുപ്പുള്ള പ്രകാശഗോളം 2 കൈപ്പാട് അകലെ കാണാം. അത് എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ ശിരസിന് മുകളിലിരുന്ന് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളറയിലേക്ക് പ്രവേശിച്ചു. ആ സമയത്ത് ഞാൻ അനന്ത ദൈവസ്നേഹം കൊണ്ട് നിറയുകയാണ്. സ്വർഗീയ പ്രകാശം കൊണ്ട് നിറയുകയാണ്. ആത്മീയ ആനന്ദം കൊണ്ട് നിറയുകയാണ്. എൻ്റെ 23 കൊല്ലക്കാലത്തെ ദുഃഖം കർത്താവ് തുടച്ചു മാറ്റുന്നു. പ്രൈസ് ദി ലോർഡ്. അപകർഷത,